നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണംവള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ബോർഡും പതാകയും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി നടത്തിവന്ന ഉപവാസ സമരം അവസാനിച്ചു. കെ.എൻ. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ.പി. നൂറുദ്ദീന്റെ പേരിൽ കണ്ണംവള്ളിയിൽ പ്രവർത്തിക്കുന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ബോർഡും കോൺഗ്രസ് പതാകയും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണംവള്ളിയിൽ നടത്തിവന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ.എൻ. ജയരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റുമായിട്ട് CPM ഇതുവരെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എവിടെ പ്രവർത്തനമുണ്ടോ, എവിടെ ആളുകൾ സജീവമാകുന്നുണ്ടോ, അവിടെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവണതയാണ് അവരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നത്. വളരെ ശക്തമായ പ്രവർത്തനം ഞാൻ യൂട്യൂബിലും മറ്റുള്ള എല്ലാ പത്ര റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്. ശക്തമായ ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണംവള്ളി. ഈ സന്തോഷിൻ്റെ നേതൃത്വത്തിൽ ഗവേഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ പാർട്ടി പരിപാടികളും വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു പ്രദേശം. ഈ പ്രദേശത്തെ കോൺഗ്രസ്സുകാരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, പാർട്ടിയുടെ കൊടി അഴിച്ചു മാറ്റുക, ബോർഡ് നശിപ്പിക്കുക, അല്ലെങ്കിൽ ബോർഡ് എടുത്ത് മാറ്റുക, ഒരു അസഹിഷ്ണുത എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അവരോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെയല്ല ഇപ്പോഴും. എല്ലാം മാറി വരുന്ന കാലഘട്ടത്തിൽ അതിനെപ്പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ ശക്തമായ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കൊണ്ടും തെറ്റായ നടപടികൾ കൊണ്ടും കൊടി നശിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ കൊടി പിഴുതു മാറ്റിക്കൊണ്ടും ബോർഡ് മാറ്റിക്കൊണ്ടും ഒക്കെ നടത്തുന്ന ഈ പ്രവണത തെറ്റാണ് എന്ന് നാരങ്ങാനീര് നൽകിക്കൊണ്ടാണ് ഉപവാസ സമരം അവസാനിപ്പിച്ചത്. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി സന്തോഷ് കണ്ണംവള്ളി അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ സുദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സെൽമ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വിഷുദിനത്തിൽ ഇവിടെ കോൺഗ്രസിന്റെ പതാകകളും ബസ് ഷെൽട്ടറിന് സമീപം വെച്ച ബസ് സമയവിവര പട്ടികയും ഒക്കെ നശിപ്പിക്കുകയുണ്ടായി. അന്ന് തന്നെ പ്രിയപ്പെട്ട അനൂപ് കുമാറിനെ ഒരു സംഘം ഗുണ്ടകൾ ആക്രമിക്കുകയുമുണ്ടായി. അദ്ദേഹം ഓട്ടോ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ DCC ജനറൽ സെക്രട്ടറി KP സാജു, CVA ജലീൽ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ മാസ്റ്റർ, ഷിജുകുമാർ, രാജൻ കല്ലുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് ഷെൽമ സനോജ് സ്വാഗതവും പ്രമീഷ് നന്ദിയും പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പാർട്ടിയുടെ കൊടി നശിപ്പിക്കുക, ഈ ഒരു പ്രവർത്തനങ്ങൾ ശീലമാക്കി കുറച്ചാളുകൾ CPMകാർ നടത്തുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അവരെ എവിടേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. ഞാൻ സ്വാഗതത്തിൽ പ്രിയപ്പെട്ട സൽമ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ഈ പാർട്ടി ഈ മേഖലയിൽ ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രവർത്തനം ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിരന്തരമായി നിങ്ങൾ എത്ര തന്നെ ആക്രമിച്ചാലും ഇരുട്ടിന്റെ സന്തതികളായി നിന്നുകൊണ്ട് ഈ നാടിൻ്റെ അകത്ത് ഭീരുക്കളായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ എത്ര തന്നെ അക്രമങ്ങൾ നടത്തിയാലും, നിങ്ങൾ എത്ര തന്നെ ഇതിനെതിരെ ഇത്തരത്തിലുള്ള ഭീരുത്വപരമായ നിലപാടുകളുമായി മുന്നോട്ട് പോയാലും, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഇടപെടാനും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സമഗ്ര ന്യൂസ്.